ഞങ്ങളിപ്പോൾ വിലങ്ങാടുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതേ. എവിടെയോ ആരോ പറയുന്നത് കേട്ടിട്ട് വെറുതെ ഇറങ്ങിയതാ. ഇറങ്ങിയപ്പോഴേ മനസ്സിലാകുന്നത് നല്ല ദൂരമുണ്ട്, എത്തിയിട്ടും എത്തുന്നില്ല. കുറെ നേരമായി വഴിയിലെല്ലാം ഓരോരുത്തരോട് വഴി ചോദിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എത്ര കിലോമീറ്റർ? 3 കിലോമീറ്റർ കൂടി പോണോ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇങ്ങോട്ട് എത്തുമ്പോ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടാ ആ വാസി അങ്ങ് നോക്ക്, മല. ഹായ്. പക്ഷെ ഇരുടാവോന്നൊരു ഡൗട്ട്. ഇപ്പം തന്നെ 5:20 ആയത്. 5:20 മഴ പെയ്യണ്ടേ? മഴക്ക് മുന്നേ എത്തുവാസി നമ്മള് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്ന. ഇവിടെ മഴ ഉണ്ടാവും, ഇല്ലെങ്കിലും മഴ ഇവിടെ ഉണ്ടാവും. അതാ ഇവിടുത്തെ പ്രത്യേകത. അതാ അങ്ങോട്ടതാ മേഘം കൂടി നിന്നിട്ടുണ്ട്, മഴക്കാറ്. അപ്പൊ ഇനി നമുക്ക് വെള്ളച്ചാട്ടം എത്തിയിട്ട് കാണാം. എത്തോന്ന് അറിയില്ല. വഴിയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇനി നമ്മള് ഇവിടുന്ന് ആരോടെങ്കിലും ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ. പക്ഷെ ചോദിക്കുന്നതിലൊന്നും വലുതായിട്ട് പറഞ്ഞു തരുന്നില്ല. അറിഞ്ഞൂടാന്ന് പറയുന്നത്. നമ്മൾ ഈ റീൽസിലെല്ലാം ഹിഡൻ പ്ലേസ് ആയിട്ട് ഓരോരുത്തരിടുന്ന അതന്നെ. മുല്ലക്ക് മണയില്ലാന്ന് അറിയില്ല. ഇത് നല്ല റോഡ്. അത് ഇതാ നഴ്സറി. നഴ്സറി അത്. അതാണ് മല. മലയല്ലേ? മലയോ? മല തന്നെ. നല്ല ഭംഗിയുണ്ട് കേട്ടാ. എന്താ രസം. ബ്രദർ ഓഫ് കൈസ ഹിന്ദി അതുകൊണ്ട് ചോദിക്കല്ലേ നിർത്തി. ചോദിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോ പറയാൻ പറ്റില്ലെങ്കിൽ ഹിന്ദി ചോദിച്ചോണ്ട് അതിന്റെ ആൻസർ പറഞ്ഞാണെങ്കിലോ. ഹലോ ഇന്ത്യ കണ്ടിട്ട് തോന്നി നമുക്ക് ഇത്ര കാലം ചെയ്തല്ലോ. ആൾക്കാർ കണ്ടാ മനസ്സിലാവല്ലോ മലയാളി ഏതാ ഇന്ത്യ ഏതാന്നല്ല. വിലങ്ങാട് അത് വെള്ളച്ചാട്ടമില്ല. അവിടെ ഇപ്പൊ പോകാൻ പറ്റുമോ? താങ്ക് യു. നേരെ പോയാല് അമ്പലത്തിന്റെ ഒരു ബോർഡല്ല, അമ്പലത്തിന്റെ ബോർഡ് കണ്ടില്ല. അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ നേരെ നിങ്ങൾ നാടൊക്കെ പോട്. അങ്ങോട്ടൊക്കെ പോന്നെ ചോദിച്ചു നോക്കാരോടെങ്കിലും. അവിടെ അതാ കൊറേ ആളെങ്ങനെ അവരോടേക്കും. ചേലക്കാവ് ക്ഷേത്രം. ചോലക്കാവാ? ഓക്കെ സോറി, തെറ്റ് പറ്റുമല്ലോ, മനുഷ്യനല്ലേ. ഇതിനോട്ട പോയാ മതി ഇതാർന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ചോലക്കാവ് ക്ഷേത്രം. ഞാൻ ഇവിടെ ചോദിച്ചോക്കട്ടാ. എടാ കൊറേ പോകണ്ട വെള്ളച്ചാട്ടത്തിലേക്ക്? വെള്ളച്ചാട്ടം കിലോമീറ്റർ സീത ജയകാ പഠിയേ. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവോ? പൂര ഹിന്ദി ഹേ. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവോ ഹിന്ദിക്കാരാ മലയാളക്കാരാ? നമ്മളോട് നിങ്ങൾ ഇത് പറ. ഹിന്ദിക്കാരെ കണ്ടാ മനസ്സിലാവുന്ന ഇപ്പൊ അവനോട് എങ്ങനെയാ മലയാളത്തിൽ ചോദിച്ചു നിങ്ങള് ആൻസർ പറഞ്ഞ കേട്ടാലേ നിങ്ങൾ മനസ്സിലായ? അപ്പൊ ഇവിടുന്ന് 1 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. നല്ല തിരക്കുണ്ട് കേട്ടോ. കാണാൻ വേണ്ടി നടന്നു പോ. അപ്പുറത്തോട്ടാ അപ്പൊ നമ്മള് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് ഇവിടെ. വിചാരിക്കാണ്ടിറങ്ങിയതാ. ഒരു റീല് കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാ. കൊറേ ആള് മുന്നിൽ പോകുന്നുണ്ട്. അതെന്റെ ഒരു റിലേറ്റീവിനെ കണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അപ്പൊ അവള് പറഞ്ഞത് നല്ലോണം സ്ലിപ്പാന്നുണ്ട്, ചെരുപ്പ് കഴിച്ചിട്ട് കൈ പിടിക്കലാ നല്ലത് എന്നാ പറയുന്നത്. ചെരുപ്പ് അയച്ചാലോ അസി? സ്ലിപ്പായി വീഴാൻ വയ്യ എനക്ക്. ഇതില് ഫുൾ അഡ്വഞ്ചർ തന്നെ.
ആ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് റിസ്ക് എടുത്താലെന്താ, അടിപൊളി പ്ലേസ് കേട്ടാ. അപ്പൊ നമ്മള് താഴെ പോവാം. ആ ഇതൊന്നോ നല്ല അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ കേട്ടാ, നല്ല അഡ്വഞ്ചർ തന്നെയാ. അല്ല, മഴ പെയ്താ പെടും, ആ ഇപ്പം പെടും. ആണ് കുളിക്കുന്നുണ്ട് ഇതിന്. നിങ്ങള് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങുന്നുണ്ട്. സ്റ്റേഷനാന്ന് തോന്നിട്ടാ, അവിടെ ഉണ്ട്. എല്ലാം ആ ഭാഗത്തൊന്ന് പോകാൻ അരുവിയുണ്ട്, വെള്ളച്ചാട്ടത്തൊന്ന് ഒഴുകുന്ന അരുവി. എന്തോ കാലം പേടിയുണ്ട് സ്ലിപ്പാവുന്നതിന്. വെള്ളച്ചാട്ടം ഒഴുകുന്ന അരുവി നിറയെ ആളുണ്ട്. മരത്തിന്റെ വേരുണ്ട്, മരത്തിന് ശ്രദ്ധിക്കണം. ഈസി വേണ്ടാവും, നമ്മൾ ഇറങ്ങിയത് കുറച്ച് ടഫായിട്ടുള്ള പ്ലേസ് ആണ്. നേരെ പോവാം, നേരെ പോയി കഴിഞ്ഞാല് ഒരു പെട്രോൾ പമ്പ് കിട്ടും, അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ മലയോര ഹൈവേ റോഡ് അവിടെ ആക്കി കഴിഞ്ഞാൽ ഹിൽ വ്യൂ റെസ്റ്റോറന്റ്. വെറുതെ പോയിരുന്ന് വ്യൂ കണ്ടിട്ടിങ് പോരല്ലേ. ശരി, അത്ര ഒന്നുമില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് 10 മിനിറ്റേ ഉള്ളൂ. വൈകുന്നേരമാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം, ചെറിയ അരുവി ഒഴുകുന്ന. ഇതാണ് പ്ലേസ്, ഫുൾ ചെളിയ. സ്ലിപ്പായാ പോയി, അതാണ് പേടി. ഞങ്ങൾ എത്തി ഗൈസ്, സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് ഫുള്ള് കത്തിച്ചു. അങ്ങോട്ട് പോക്കി എളുപ്പേനോ ഇറങ്ങും പണി. വെള്ളം പോണ്ട, വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്, എന്തോ ഭാഗ്യം മഴക്ക് മുന്നേ ഇങ്ങെത്തിയത്. ആ പ്രതീക്ഷിക്കാണ്ടല്ലേ. ജമിനു സീറ്റിൽ കിടത്തിക്കോ, ബേക്കില് അപ്പുറത്തെ സൈഡ്. ഇവിടെ ഇതല്ല അല്ലെ, ഇത് അങ്ങോട്ട് നീക്കോ. ജമലുവിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, അസുഖമായോണ്ട്. ഇപ്പൊ കുറച്ച് ശ്വാസം വേണത്, നടന്ന് കരച്ചിട്ട്. വെള്ളച്ചാട്ടം അരുവിയാന്നെല്ലാം പറഞ്ഞിട്ട് എന്താ, എന്തോ ഒരു ചൂടാണ്. മഴയില്ലാത്തോണ്ടോന്ന് അറിയില്ല, എന്ത് ചൂടാണ് ഇതൊക്കെ, വേർത്തൊലിക്കുന്നു, ഉള്ളും പോലത്തെ ചൂട്. മഴയില്ലാത്തോണ്ടാ. സാധാരണ വെള്ളച്ചാട്ടം അരുവി എന്നെല്ലാം പറയാമോ നല്ലൊരു തണുത്തിട്ടല്ലേ ഉണ്ടാവാ, ഇതൊന്നുമില്ല,
ഭയങ്കര ചൂട്. അവിടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുനിന്ന് തന്നെ ചൂട് എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾ അരുവിയിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് പോയതാണല്ലോ. സെറ്റിങ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, തോർത്തെടുത്തിട്ടില്ല, ഒന്നുമില്ല. ഈവൻ ചെരുപ്പ് പോലും ഷൂ നമ്മളെ എന്താ പറയാ, നമ്മൾ അതിനെന്താ പറയാ, പാർട്ടി വെയർ ചെരുപ്പെല്ലാം ചവിട്ടിയിട്ടാണ് ഉള്ളത്. ക്രോക്സ് ചവിട്ടിയാൽ മതിയെന്ന് ഇപ്പാ വിചാരിക്കുന്നത്. പക്ഷെ വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം മാറ്റിയതാ. ഈ ജമലുവിനെ കാണിച്ച് വരുന്ന വ്യക്തിയില് ഇങ്ങനെ റീൽസ് കണ്ടിട്ട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലേസ്, അങ്ങനെ പോയതാ. ഇപ്പൊ കാറൊന്ന് സ്റ്റാർട്ടായ ചൂട് കുറഞ്ഞത് കേട്ടാ. ചൂട്, എന്ത് ചൂടെന്നോ. ആ നാട്ടിൽ വന്ന സമയത്തുള്ള ആ ഒരു ചൂടായിട്ടുള്ളത്. മഴ ഒന്ന് നിൽക്കുമ്പോഴേക്ക്. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ സി? വിചാരിക്കാണ്ട് കിട്ടിയ എക്സ്പീരിയൻസ്. നല്ല മഴയുമില്ല. ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ചു വരുമ്പോൾ അത്രയും മഴക്കാർ ഇരുട് പിടിച്ചിട്ട് അവിടെ ഉള്ളത് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ അടുക്ക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം പെയ്യുമെന്ന്. പക്ഷെ ഇല്ല, പെയ്യുന്ന പോലെ ഒന്നും ഇല്ല. ഞങ്ങളിപ്പോ വെള്ളച്ചാട്ടം കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ മുന്നിൽ പോന്ന ഈ മുന്നിലല്ല, അതിന്റെയും മുന്നിൽ ഒരാളെ ആക്റ്റീവില് പോകുന്നതാണല്ലേ. അവരെ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. ആ വെള്ളച്ചാട്ടം കാണുന്നിടത്തുനിന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വേറെയും നല്ല പ്ലേസ് ഉണ്ട് കാണാനായിട്ട്. ഏതായാലും നമ്മുടെ വീട്ടിൽ വന്നു. അത്രയും നല്ല ദൂരം പക്ഷേ നമ്മുടെ വീട്ടില്. അപ്പൊ അങ്ങനെയും ദൂരത്തിൽ വന്നതുകൊണ്ട് എന്തായാലും എന്നാ പിന്നെ ഇവിടെ എത്തിപ്പെട്ടല്ലോ. അപ്പൊ പറഞ്ഞ പ്ലേസിലൂടെ ഒന്ന് കാണാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. നല്ല പ്ലേസ് ആണ് കാണാൻ എന്നാ പറഞ്ഞത്. ആ പോകുന്ന ആള് ആ വൈറ്റ് ടീഷർട്ട് ഇട്ടത്. അപ്പൊ ഒരു പറഞ്ഞു ഞാൻ എന്റെ പിന്നാലെ വന്നു, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന കേട്ടോ. ഇത് ചെറുതായിട്ട് മഴ പാറുന്നുണ്ട് ചെറുങ്ങനെ. അപ്പൊ കുടയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കയ്യില്. എവിടേക്കാ പോകുന്നതെന്നും അറിയില്ല. നല്ല സ്പോട്ടാണെന്നാ പറഞ്ഞത്. ഈ പ്രകൃതിപരമായിട്ട് അങ്ങനെയുള്ള സ്ഥലം കാണാനാണ് എനിക്കിഷ്ടം. അസ്കോ? എനിക്കും ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. അരുവി, വെള്ളച്ചാട്ടം, മരങ്ങള്, ഇത് ചുറ്റുവട്ടം അരുവികളാണ്. നല്ല ഭംഗിയുണ്ട്. മല, ഇതെല്ലാം കാണാനാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു പ്ലേസിലേക്കാണ് ആള് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നാലെ ഇങ്ങനെ പോകുന്ന വഴിയിൽ അസിയത്തൊക്കെ പോകുന്ന വഴിയിൽ ഇങ്ങനെ കുറെ അരുവിയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. നല്ല മല. അയവ പോകുന്ന വഴിയിലുള്ള അരുവി ഇതാ ഒഴുകുന്നു. പക്ഷെ ഇവിടെ എല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. എന്താ പ്ലേസില്. അപ്പൊ ആള് പറഞ്ഞ സ്പോട്ട് ഇതാണ് കേട്ടാ. അടിപൊളി വ്യൂ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പല്ലുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ ഒരു വ്യൂ പോയിന്റ് എല്ലാം കണ്ട് അടിപൊളി പ്ലേസ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും സൂപ്പറാണ് നേരിട്ട് കാണാന്. അപ്പൊ ഇതെല്ലാം കണ്ട് ഇനിയിപ്പോ ജമലുവിന് മെഡിസിൻ കൊടുത്തിട്ട് ഫുഡൊന്നും കൊടുത്തിട്ടില്ല, പുറത്തൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോ വിശക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫാർമസി കയറിയിട്ട് ഗ്ലൂക്കോസ് വാങ്ങിച്ചു കൊടുക്കട്ടെ. ഞങ്ങളെ കൂടെയുള്ള ആള് പറഞ്ഞു ഗ്ലൂക്കോസ് വാങ്ങിക്കൊടുക്കുന്നതാ നല്ലത് ക്ഷീണം മാറാൻ. അപ്പൊ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ അടിപൊളി വ്യൂ പോയിന്റ് എല്ലാം കണ്ട് നല്ല മലകൾ, മലനിരകൾ അതെല്ലാം കണ്ട് ഇതാ ഇപ്പൊ തിരിച്ചു പോവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നല്ല എൻജോയ്മെന്റ് ആണ്. വിചാരിക്കാണ്ട് കിട്ടിയ കുറച്ച് സ്പോട്ട്, നല്ല വൈബ്. അതാണ് ഈവനിങ് വരുവാൻ പറ്റിയ സ്ഥലം.